social media influencers. Interval Raj Music's Social Media Award 2022. നെക്സ്റ്റ് അവാർഡ്സ് കുറച്ച് അവാർഡ്സും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അഗെയിൻ ഐ എം ഇൻവൈറ്റിംഗ് ശരത് വരൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് 2 അവാർഡ്സോടെ കഴിഞ്ഞ് നമുക്ക് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് അവാർഡ് കൊടുത്താലോ? ഓക്കെ, അപ്പോൾ ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ കാർത്തിക് ശങ്കർ. ഷോർട്ട് ഫിലിംസിലൂടെ തുടങ്ങി പിന്നീട് ഷോർട്സ് കോമഡി വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൻ ജനപ്രീതി നേടിയ താരം കാർത്തിക് ശങ്കർ. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ വന്ന അവൻ എന്റെ അടുത്തല്ലേ നിൽക്കേണ്ടത്, എന്തിനാ രണ്ടുപേരും കൂടെ ഇടയ്ക്കേറിയിരുന്നേ? എന്റർടൈൻമെന്റ് ലോകത്ത് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ തന്റെ യാത്ര തുടരുന്ന കാർത്തിക് ശങ്കർ രാജ് മ്യൂസിക്സ് മലയാളം സോഷ്യൽ മീഡിയ അവാർഡ്സിന്റെ വേദിയിൽ എത്തുന്നു. ഞാൻ വരൂലായിരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നു. ഉഷാറായിട്ട് പോകുന്നു. ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഏറ്റവും നല്ല കോണ്ടന്റ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു ടാഗാണ് വന്നിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, കാർത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ നേരത്തെ സെന്തിലേട്ടൻ പറഞ്ഞതുപോലെ ടെൻഷൻ അടിച്ചും ഒക്കെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും അവർക്കൊരു റിലീഫ് എന്നുള്ള രീതിയിൽ ഈവൻ കോവിഡിൻ്റെ ടൈമിലും ഒക്കെ ആണെങ്കിലും ഒരുപാട് സീരീസ് ആയിട്ട് അതിൽ തമാശകൾ ഉൾക്കൊണ്ട് പക്ഷേ അതിനകത്തെ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നുമുണ്ട്. അങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് ഒക്കെയാണ്. സോ അതിന് ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് അവാർഡ് പ്ലീസ്. ശരത് കാർത്തികിൻ്റെ വീഡിയോസ്. ഉറപ്പായിട്ടും ഞാൻ കാർത്തികിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. കാർത്തിക് ശങ്കറിൻ്റെ പേര് ഒരു ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ കാർത്തിക് ശങ്കർ എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മാർത്ഥമായിട്ട് പറയാം. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you. And Karthik. എന്താണ്? ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സമയത്ത് ഡയറക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫെസ്റ്റിവലിന് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയതിനു ശേഷം എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് അവാർഡാണിത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് രാജ് ടി വിക്കും ഇൻ്റർവ്യൂവിലും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇങ്ങനെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ച് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഒരുപാട് പേരെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആരും തന്നെ ഒരാളും എന്താ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ കയറി അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടായതിൻ്റെ പേരിലൊന്നും അല്ല. സീറോയിൽ നിന്ന് തുടങ്ങിയവരാണ് എല്ലാവരും, ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ വലിയ അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അവാർഡ്സിനൊക്കെ കാണാം. താങ്ക് യു. അവാർഡ്സിലല്ല, ഇൻ്റർവ്യൂ അല്ലേ നിങ്ങൾക്ക്? പരിപാടി ഇപ്പോൾ ഇല്ലേ? ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷെ അവാർഡ് കിട്ടുന്നല്ലേ അതിൽ നല്ലത്. ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നൊക്കെ നിങ്ങൾക്ക് മടുപ്പല്ലേ? അവാർഡ് കിട്ടുന്നല്ലേ അതിനിഷ്ടം. ഒന്ന് തന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ജോക്സ് അപ്പാർട്ട്, അടിപൊളി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മാൻ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഒരു അവാർഡും കൂടെ ശരത്, ബെസ്റ്റ് ട്രാവൽ വ്ളോഗർ. എനിക്ക് തോന്നുന്നു ശരത് ഇപ്പുറത്തും ഇരിക്കുന്ന ആളെ പെട്ടെന്ന് അവാർഡ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ കാർത്തിക് സൂര്യ, പ്ലീസ് ഓൺ ടു ദ സ്റ്റേജ്. വിവിധ വിഷയങ്ങളെ വ്യത്യസ്ത തരത്തിലൂടെ അവതരിപ്പിച്ച ജനഹൃദയങ്ങളുടെ മനസ്സ് കീഴടക്കിയ കലാകാരൻ.
തന്റേതായ സ്റ്റൈൽ കൊണ്ട് പുത്തൻ ട്രെൻഡിംഗ് സൃഷ്ടിച്ച് നിരവധി പേർക്ക് പ്രചോദനമായി മാറിയ കാർത്തിക് സൂര്യ രാജ് മ്യൂസിക്സ് മലയാളം സോഷ്യൽ മീഡിയ അവാർഡ്സിന്റെ വേദിയിൽ ഇപ്പം ഞങ്ങൾ ടി വിയിലും കണ്ട് രസിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. കാർത്തികേ, എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ ബ്രോ എവിടെ പോയോ? ഇല്ല, അതേ വന്നു. അതിൽ ട്രാവൽ എവിടെയെന്നൊന്ന് കാണിച്ചു തരുമോ? ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണോ ഇതിൽ? ട്രാവൽ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ട്രാവൽ ഉള്ളത് ഇടയ്ക്ക് ഇടുന്നുണ്ടല്ലോ, അങ്ങനെ ഇരുന്നോട്ടെ. ഇല്ല, ഞാൻ ട്രാവൽ ബ്ലോഗർ അല്ല, ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇൻറ്റർവെൽ ആൻഡ് രാജ് മ്യൂസിക് ഇങ്ങനെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തതും ആൻഡ് ഇത്രയും ക്രിയേറ്റേഴ്സിനെ ഇവിടെ വിളിച്ചു വരുത്തി ഒരു എന്താ പറയുക ഒരു അവാർഡ് കൊടുക്കുന്നതും. കാരണം 5 വർഷം മുന്നേ ഓൾമോസ്റ്റ് നവംബർ 1, 2017 ഞാൻ ആദ്യത്തെ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 99-100 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അന്ന് IFFK നടക്കുകയായിരുന്നു. അപ്പോൾ അന്ന് എങ്ങനെ വൈറലാവാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നേരെ അവിടെ പോയി ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റുമായിട്ട്, എന്നിട്ട് അവിടെ ഓരോ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് എന്താ സംഭവം, ഒരു ക്വസ്റ്റ്യൻ അവിടെ പറയുന്നില്ല. അപ്പോൾ അന്ന് അവിടെ ബീന പോൾ മാം ഉണ്ടായിരുന്നു. ബീന പോൾ മാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിലാണ്, ഞാൻ ഒരു യൂട്യൂബറാണ്, എനിക്കൊരു ചോദ്യം ചോദിച്ചാൽ കൊള്ളാം. അപ്പോൾ മാം ചോദിച്ചു യൂട്യൂബറോ? ആ ചോദ്യം, അന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമേഴ്സ് എന്ന് വേണ്ട സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന ഒരു വേദിയിൽ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർക്കുള്ള അവാർഡ് വാങ്ങാൻ സാധിക്കുന്നതിൽ ഐ ഡോണ്ട് നോ, ഐ എം ഓണേഡ്. 5 വർഷം കൊണ്ട് ഉള്ള ചേഞ്ച് ഈസ് മൈൻഡ് ബ്ലോയിങ്. ആൻഡ് ഇവിടെ ഇരിക്കുന്ന ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുമാണ് നമ്മുടെ ഈ ഒരു മീഡിയ ഇക്കോണമി ഇത്രയും ചേഞ്ച് ആക്കിയതിനുള്ള ക്രെഡിറ്റ് ഞാൻ നൽകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അവാർഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ലവ് യു ഓൾ. ഡെയർ ടു ഡ്രീം. താങ്ക് യു. ശരത്തെ? ഞാനും തുടക്കം മുതൽ കാർത്തികിൻ്റെ വീഡിയോസ് കാണാറുള്ള ആളാണ്. കാർത്തികിൻ്റെ എനർജിയും അതിനപ്പുറം കാർത്തിക് നല്ലൊരു ആങ്കറും കൂടെ ആയിരുന്നു പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം വെച്ചാൽ ഒരു വേദി നിൽക്കാൻ സാധിച്ചതിൽ. നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട്, ഒരു വേദിയിലൊക്കെ പങ്കിട്ടിട്ടുണ്ട് ഇനാഗ്രേഷന് വേണ്ടിയിട്ട്. ഫെസ്റ്റിവൽ ഞങ്ങൾ പറഞ്ഞ കാക്കിപ്പടയുടെ വിശേഷങ്ങളായിട്ട് ചാനലിലോട്ട് വരുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആയിട്ടും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് ഞാൻ ഒരുപാട് വരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ശരത് ബ്രോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളാണ്. ആൻഡ് ശരത് ബ്രോയുടെ വൈബ് ഭയങ്കര രസമാണ്. ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും ബ്രോ. അപ്പോൾ മീറ്റ് യു സൂൺ. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു മാൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരത് ബ്രോ, താങ്ക് യു.